എന്യൂമറേഷൻ ഫോമുകൾ എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യണമെന്ന് BLOമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ അൻവർ, കൊടുവള്ളി മണ്ഡലത്തിലെ 118-ാം ബൂത്തിലെ BLO. ഒരു വോട്ടറെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഒന്ന് BLO മാപ്പ് ചെയ്ത വോട്ടർ, രണ്ടാമത് BLO മാപ്പ് ചെയ്യാത്ത, അതായത് പ്രോജനിയൊക്കെ ആഡ് ചെയ്യാത്ത വ്യക്തി, മൂന്നാമതായിട്ട് ഒരു ലിസ്റ്റിലും ഇല്ലാത്ത, അതായത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലാത്ത വ്യക്തിയെയും നമുക്ക് ഇതിലൂടെ ഡിജിറ്റൈസ് ചെയ്യാം. ആദ്യമായി BLO മാപ്പ് ചെയ്ത ഒരു വോട്ടറുടെ അപേക്ഷ നമുക്കൊന്ന് ഫിൽ ചെയ്യാം. ആദ്യമായി BLO ആപ്പ് ഓപ്പൺ ചെയ്യുക. BLO ആപ്പിൽ ലാസ്റ്റ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന ഐക്കൺ അമർത്തുക. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. മലയാളമോ ഇംഗ്ലീഷ് ഏതെങ്കിലും ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഫിൽ ഇനോമറേഷൻ ഫോം എന്ന ഒരു ഐക്കൺ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്കാൻ QR കോഡ് എന്ന ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നമുക്ക് എപ്പിക് നമ്പർ അടിച്ചുകൊണ്ടും ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. സ്കാൻ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ആ വ്യക്തിയുടെ, ആ വോട്ടറുടെ പേര് മുകളിൽ വന്നിരിക്കും. അതിൽ ഫിൽ ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓൾറെഡി ഈ വോട്ടർ മാപ്പ് ചെയ്ത, BLO മാപ്പ് ചെയ്ത വോട്ടറാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് ജസ്റ്റ് പരിശോധിക്കുക. ഇനി വല്ല മാറ്റങ്ങളും വരുത്താനുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്നൊരു ബട്ടൺ സൈഡിലുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. എന്നിട്ട് അത് സെർച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി വെരിഫൈ ആൻഡ് കണ്ടിന്യൂ ഓക്കെ ആണെങ്കിൽ അത് നോ അടിക്കുക. ഡു യു വാണ്ട് ടു എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ റിലേറ്റീവ് ഓഫ് ദ എലക്ടർ? അപ്പോൾ നോ കൊടുക്കുക. നമുക്ക് മറ്റൊരു മെനുവിലേക്ക് പോകും. ആ വിൻഡോയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഫാദറിൻ്റെ എപ്പിക് നമ്പർ, മദേഴ്സ് എപ്പിക് നമ്പർ, മദേഴ്സ് നെയിം, സ്പൗസ് എപ്പിക് നമ്പർ, സ്പൗസ് നെയിം എന്നിവ കൊടുത്തതിന് ശേഷം അടുത്തത് അപ്ലോഡ് EF ആൻഡ് ഫോട്ടോ. അതായത് എന്യൂമറേഷൻ ഫോം നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ക്യാപ്ചർ ഫോട്ടോ. ആ ഫോം മുഴുവനും കുടുങ്ങുന്ന രീതിയിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പിന്നെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം ടിക്ക് ബട്ടൺ അമർത്തുക. അത് വിൻഡോയിലേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അപ്ലോഡ് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. പുതിയ ഫോട്ടോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ക്യാപ്ചർ ഫോട്ടോ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ടിക്ക് ബട്ടൺ അമർത്തുക. സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുള്ള മെസ്സേജ് വരും. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ സക്സസ്ഫുള്ളി ഫോം അപ്ലോഡഡ് എന്ന മെസ്സേജ് വരും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വോട്ടറെ അപേക്ഷ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ BLO മാപ്പ്ഡ്, സിസ്റ്റം സജസ്റ്റഡ്, സെർച്ച് എന്നീ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ BLO മാപ്പ്ഡാണ് ഓൾറെഡി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരിക. അതിൽ ആ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് SIR 2002 ഡീറ്റെയിൽസുകളാണ്. അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ വെരിഫൈ ആൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി സിസ്റ്റം സജസ്റ്റഡ് ആണെങ്കിൽ അതിൽ കുറേ സമാനമായ പേരുകളിലുള്ള കുറേ ലിസ്റ്റുകൾ വരും. അതിൽ നിന്നും നമ്മളെ വോട്ടറെ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ സെർച്ച് ബട്ടൺ ഉപയോഗിച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷനുകൾ വരും. ഈ വ്യക്തി 2002 ലിസ്റ്റിലുള്ള ആളാണോ, അല്ലെങ്കിൽ ഈ പ്രോജനിയാണോ, 2002 ലിസ്റ്റിലുള്ള ആരെങ്കിലും സന്തതിയാണോ, അല്ലെങ്കിൽ തീരെ ഒരു ലിസ്റ്റിലും ഒന്നിലുമില്ല മാപ്പ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണോ എന്നുള്ള 3 ഓപ്ഷനുകളാണുള്ളത്. അതിൽ നമുക്ക് അനുയോജ്യമായ ഓപ്ഷനുകൾ സെലക്ട് ചെയ്തു ഇത് ചെയ്യാവുന്നതാണ്. ഫയൽ സ്കാൻ ചെയ്യുക. ഫിൽ ഫോം പ്രസ് ചെയ്യുക. സെർച്ച് ബട്ടൺ അമർത്തുക. ഈസ് എലക്ടർ പ്രോജനി ഓഫ് 2002 എലക്ടർ അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് സെർച്ച് ബൈ AC പാർട്ട് നമ്പർ എന്നത് പ്രസ് ചെയ്യുക. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അസംബ്ലി, കോൺസ്റ്റിറ്റ്യുവൻസി, സെലക്ട് പാർട്ട്, സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക. സെർച്ച് ഡീറ്റെയിൽ. താഴെ വെരിഫൈ ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യും. അതിൽ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. മാൻഡേറ്ററി ഡീറ്റെയിൽസ് കൊടുത്താലും മതി. താഴെ റിലേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഈ വ്യക്തിയുടെ റിലേറ്റീവ് ഏതാണോ, ഫാദർ, മദർ, ഗ്രാൻഡ് മദർ എന്നിവയിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. പിന്നെ ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഫിൽ ഫോമിൻ്റെ അടുത്തായി മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട്, മാർക്ക് അൺകളക്റ്റബിൾ. അതിൽ 5 ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാം. ഒന്ന് ആൾറെഡി എൻറോൾഡ്, ഡെത്ത്, പെർമനൻ്റ്ലി ഷിഫ്റ്റഡ്, അൺട്രാക്കബിൾ ഓർ ആബ്സെൻറ്റ്,
റിഫ്യൂസ് ടു സൈൻ EF. ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. താഴെ ആ റീസണിൽ റിക്കമെൻഡ്സ് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. 2002 SIRമായി ഒരു വിധേനയും ബന്ധിപ്പിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം വോട്ടർമാർ കൂടി ഉണ്ട്. അവരെ എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വോട്ടറെ സ്കാൻ ചെയ്യുക, ഫിൽ ഫോം ബട്ടൺ അമർത്തുക, മുകളിലുള്ള സെർച്ച് ബട്ടൺ അമർത്തുക. അതിൽ 3 ഓപ്ഷനിൽ ലാസ്റ്റുള്ള എലക്ടർ ഹാസ് നോട്ട് ഷോൺ എനി ലിങ്ക് ഓർ മാപ്പിംഗ് വിത്ത് ലാസ്റ്റ് SIR അത് സെലക്ട് ചെയ്യുക. വെരിഫൈ ആൻഡ് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അപ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള കോളം നമുക്ക് കാണാം. അതിൽ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, മറ്റ് ഡീറ്റെയിൽസുകൾക്ക് എൻ്റർ ചെയ്യുക. ഫയൽ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ അമർത്തുക.